ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ടുള്ള ചാനൽ തുടങ്ങിയിട്ടോ 100 സബ്സ്ക്രൈബേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ 100 സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു അട്ടപ്പാടിക്കാരിയാണ്. അപ്പോൾ കുറേ വില്ലേജ് ബ്ലോഗ്സ് അങ്ങനെ കുറേയൊക്കെ ഇടാനായിട്ട് ഐഡിയ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. എന്നാലും എനിക്ക് അത്യാവശ്യം ഷോർട്സിനൊക്കെ നല്ല വ്യൂസ് ഉണ്ട്. അതുപോലെ സബ്സ്ക്രൈബ് 100 അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലീനിങ് വീഡിയോ ആണ്. ഒറ്റയ്ക്കായതുകൊണ്ട് എന്ത് വീഡിയോ എടുക്കണം എന്നൊന്നും ഒരു ഐഡിയ അല്ല. ജസ്റ്റ് ചുമ്മാ ഒരു ക്ലീനിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഹായ്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വരാന്തയുടെ അവസ്ഥ. കാരണം ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഴ വന്നു കഴിയുമ്പം ഈ സ്ഥലം മുഴുവൻ അങ്ങോട്ട് വെള്ളമാവും കേട്ടോ, ചെളിയാവും. പിന്നെ നമുക്ക് അടിച്ചു വാരാനോ വൃത്തിയാക്കാനോ ഒന്നും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ വെള്ളം എപ്പോഴും അവിടെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ചെടികളൊക്കെ മുളച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്, വെയിലടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ഒന്ന് വൃത്തിയാക്കിയാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാനിന്ന് അതൊരു വീഡിയോ ആക്കിയത്. പിന്നെ പൂച്ചെടികളൊന്നും അധികമൊന്നും വെച്ചിട്ടില്ല, കുറച്ചേ വെച്ചുള്ളൂ. കാരണം ഇപ്പോൾ താമസം മാറിയതല്ലേ ഉള്ളൂ. ഇനി വേണം മുറ്റമൊക്കെ നന്നാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് വേണം പൂച്ചെടിയൊക്കെ നിറയെ പൂച്ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വെക്കണം എന്ന്. എനിക്ക് പൂച്ചെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല, പകുതി ആയിട്ടുള്ളൂ. അപ്പം ഇപ്പം തൽക്കാലം താമസം മാറിയെന്നേ ഉള്ളൂ മഴ കാരണം. അങ്ങനെ ശരി, നമുക്ക് നോക്കാം. പിന്നെ ഇതാ അവിടെ ഈ പട്ടികളൊക്കെ വന്ന് കിടന്നിട്ടേ കുഴിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ആ കുഴിയൊക്കെ ഒന്ന് നേരാക്കി എടുക്കാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മണ്ണൊക്കെ എടുക്കുന്നത്. മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ ആകെ ചെളിയായിരിക്കും. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. നടക്കാൻ പോലും പറ്റില്ല കേട്ടോ, വഴുക്കി വിടും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മഴ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനേ പറ്റത്തില്ല. പിന്നെ മണ്ണൊക്കെ അങ്ങനെ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കല്ല് കൊണ്ട് ഞാനത് അടിച്ച് സെറ്റാക്കി. ഇത് വന്നിട്ട് മഴവെള്ളം തേങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം സിറ്റൗട്ടിൽ വീഴുന്ന വെള്ളം ഇവിടേക്കാണ് വീഴുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഒരു ചാല് പോലെ ഞാൻ എടുത്ത് വിട്ടിരിക്കുന്നത്. മഴ വന്ന് ഇങ്ങനെ ഉള്ള ചെളിയൊക്കെ വന്ന ചാല് തന്നെ അടഞ്ഞു കേട്ടോ. അപ്പോൾ ചാലൊക്കെ ഒന്ന് എടുത്ത് വിട്ടു. പിന്നെ സിറ്റൗട്ടിൽ കുറച്ച് ചെടികളൊക്കെ നനവ് കാരണം ചെടികളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ചു. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ചപ്പൊക്കെ പറിച്ച് കളഞ്ഞിട്ട് അടിച്ച് വാരി സെറ്റാക്കി കേട്ടോ. എന്നിട്ട് ഇത് വന്നിട്ട് ഇപ്പോൾ ചാണകമാണ്. ചാണകം കലക്കിയിട്ട് ഒഴിച്ച് ചൂല് കൊണ്ട് അടിച്ച് വിടാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് വൃത്തി ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ വില്ലേജ് ലൈഫ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ജീവിത രീതി ഇങ്ങനെയാണ്. എല്ലാവരും അല്ല കേട്ടോ, എൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. നല്ല നല്ല വീടുള്ളവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ എൻ്റെ അവസ്ഥ ഇതാണ്. വീട് പണി ഇത്രേ ആയിട്ടുള്ളൂ. മുഴുവനായിട്ട് വേണം ടൈൽസൊക്കെ ഇടാനായിട്ട്. ടൈൽസൊക്കെ ഇട്ടെടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. വീട് മുഴുവൻ ടൈൽസ് ഇടണം അങ്ങനെ എന്നൊക്കെയാണ് ഭയങ്കര ആഗ്രഹം കേട്ടോ. സിറ്റൗട്ടൊക്കെ അടിപൊളിയാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദൈവം സഹായിച്ച് നടക്കട്ടെ എല്ലാം. അങ്ങനെ സിറ്റൗട്ടിൻ്റെ പണി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പം നേരത്തെ ഞാൻ കാണിച്ച സ്ഥലവും ഇപ്പോൾ ഈ ചാണകമൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്ത് നീറ്റാണെന്നപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങണം കേട്ടോ. ഇപ്പോൾ സെറ്റായില്ലേ, നല്ല ഭംഗിയായില്ലേ. ഇനി നന്നായിട്ടൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ അടിപൊളിയാവും കേട്ടോ. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഹായ്, അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് മടുത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ കേട്ടോ.